ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. 8th സ്റ്റാൻഡേർഡ് ഫിസിക്സ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു. ഫണ്ടമെൻ്റൽ യൂണിറ്റിൻ്റെ ഒരു എക്സാമ്പിളായ ലെങ്തിനെ പറ്റിയും പറഞ്ഞു. ഇനി അടുത്ത് ലെങ്തിൻ്റെ കുറച്ച് പാർട്സ് തന്നെയാണ്. പ്ലാനറ്റും സണ്ണും തമ്മിൽ നിങ്ങൾക്ക് തന്നെ സാധാരണഗതിയിൽ അറിയാം, പ്ലാനറ്റും സണ്ണും തമ്മിൽ ഒരുപാട് നല്ല ഡിസ്റ്റൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ സാധാരണ ലെങ്തിൻ്റെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ലെങ്ത് സാധാരണ മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ്. അപ്പോൾ നമുക്ക് മീറ്ററിൽ എന്തായാലും ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ് ആൻഡ് സൺ മെഷർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? AU, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. AU എന്നാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ലൈറ്റ് ഇയർ യൂസ് ചെയ്യും. ഓക്കെ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാർസെക്, ഇതൊക്കെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ് ആൻഡ് സൺ മെഷർ ചെയ്യാൻ വേണ്ടി സാധാരണ യൂസ് ചെയ്യാറ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 crore കിലോമീറ്റർ ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 crore കിലോമീറ്റർ ആണ്. 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ ആണ്. 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ ആണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇനി വാക്വത്തിൽ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സണ്ണിൽ നിന്ന് അത്രയും ഡിസ്റ്റൻസിലാണ് നമുക്ക് പ്ലാനറ്റ് നമ്മുടെ എർത്തിലോട്ട് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ എന്തുമാത്രം ട്രാവൽ ചെയ്തിട്ടായിരിക്കും അല്ലേ നമുക്ക് ലൈറ്റ് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. വാക്വമിലാണെങ്കിൽ 3 lakh km/s. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ. വാക്വത്തിലാണെങ്കിൽ, അതായത് എയർ ഇല്ലാത്ത സ്ഥലത്ത്. ഇനി പാർസെക് എന്താണെന്ന് നോക്കാം. പാർസെക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു. പാർസെക് എന്ന് പറയുന്നതും മറ്റൊരു എന്താ പറയുക, പ്ലാനറ്റ് സണ്ണിലുള്ള ഡിസ്റ്റൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പാർസെക് എന്ന് പറയുന്നത് ലൈറ്റ് ഇയറിനെക്കാളും വലിയ ഡിസ്റ്റൻസ് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. അപ്പോൾ ഇതെല്ലാം വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 crore കിലോമീറ്റർ. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ്. നിങ്ങൾക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു പാർസെക് എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.26 ഇൻറ്റു ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം, 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു പാർസെക് എത്ര കിലോമീറ്റർ ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഒബ്ജക്റ്റ് തന്നിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ബ്ലോക്ക് തന്നെന്ന് വെച്ചോ, ഒരു തെർമോക്കോൾ, ഇങ്ങനൊരു തെർമോക്കോളോ അല്ലെങ്കിൽ ഒരു മെറ്റൽ ബ്ലോക്കോ എടുത്ത് തന്നിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു സ്കെയിൽ എടുത്ത് വയ്ക്കാം. കറക്റ്റായിട്ട് സ്കെയിൽ വയ്ക്കാം. സ്കെയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കെയിൽ ഒരിക്കലും ഇൻക്ലൈൻഡ് ആവാൻ പാടില്ല. ഇൻക്ലിനേഷൻ മീൻസ് ചരിഞ്ഞിരിക്കാൻ പാടില്ല. കറക്റ്റ് സ്റ്റാൻഡിൽ തന്നെ ആയിരിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പൊസിഷൻ ഓഫ് ഐ. സൈഡിൽ നിന്ന് നോക്കുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 3 ഞാൻ നോക്കിയപ്പോൾ ഒരു 3 മീറ്റർ ഉണ്ടായിരുന്നെന്ന് വെച്ചോ, 3 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം, 3 സെൻറ്റിമീറ്റർ. പക്ഷെ ഞാനിങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ 3.2 ചിലപ്പോൾ എനിക്ക് കാണാം. അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും 4.1 ആയിട്ടൊക്കെ കാണാം. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചരിഞ്ഞ് നോക്കരുത്. കറക്റ്റ് പൊസിഷൻ, ഐക്ക് കറക്റ്റായിട്ടുള്ള പൊസിഷൻ കൊടുത്ത് വേണം എത്രയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റിൽ ഫസ്റ്റ് പഠിച്ച, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ഫസ്റ്റ് പഠിച്ച ലെങ്ത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, അടുത്ത് പഠിക്കാൻ പോകുന്നത് മാസ് ആണ്. എന്താണ് മാസ്? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എന്താണ് മാസ് എന്ന് പറയുന്നത്? ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. ഒരു വസ്തു നമുക്ക് തരുമ്പോൾ ആ വസ്തുവിനുണ്ടായിരിക്കുന്ന ഭാരം, അതിനെയാണ് മാസ് എന്ന് വിളിക്കുക. ആ ഭാരം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള മാറ്റർ, ഒരു വസ്തുവിനകത്ത് എന്തുമാത്രം മാറ്റർ അതിനകത്തുണ്ട്, ആ മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ അതിനെ വിളിക്കുന്ന പേരാണ് അതെന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത്. മാസിൻ്റെ ബേസിക് യൂണിറ്റ് എപ്പോഴും കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കിലോഗ്രാം. അപ്പോൾ മാസ് എന്ന് പറയുന്നതും ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് മാസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം. ഇനി 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാമാണ്? 10⁻⁻6 കിലോഗ്രാം ആണ്. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 1/10⁻⁻6
1000 gram ആണ് ഇൻറ്റു 1/1000. ഇങ്ങനെ ആകുമ്പോൾ ഇതെന്ന് പറയുന്നത് 1/10⁶ ആണ്. 10⁶ മേലോട്ട് പോകുമ്പോൾ 10⁻⁻6 കിലോഗ്രാം ആണ്. ഇനി 1 കിലോഗ്രാം എന്ന് പറയുന്നത് ഓക്കെ 1000 gram. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 gram. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം എത്രയായിരിക്കും? 10⁻³ കിലോഗ്രാം. ക്ലിയർ ആവുന്നുണ്ടോ? 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 gram. സോ 1 ഗ്രാം എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം. ഒരു ക്വാണ്ടിൽ എന്ന് പറയുന്നത് 10 സ്ക്വയർ കിലോഗ്രാം. ഒരു ടൺ എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം. നമുക്ക് മാറിപ്പോകരുത്. മേളിൽ നെഗറ്റീവ് വരുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആണ്. 1 ഗ്രാം എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാമും ഒരു ടൺ എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാമും ആണ്. ഓക്കെ ഓക്കെ അടുത്ത് പറയാൻ പോകുന്നത് 1 കിലോഗ്രാം മാസ് എന്താണെന്ന് നോക്കാം. 1 കിലോഗ്രാം മാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് മെഷേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ബ്യൂറോയിൽ അവർ കെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് 1 കിലോഗ്രാം മാസ് എന്ന് പറയുന്നത്. 1 കിലോഗ്രാം മാസിന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് 90% പ്ലാറ്റിനവും 10% യുറേഡിയവും വെച്ചിട്ട് ഒരു സിലിണ്ടർ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് 1 കിലോഗ്രാം മാസ് എന്ന് പറയുന്നത്. ഓക്കെ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആ സെയിം സാധനം അതുപോലത്തെ ഒരു സംഭവം തന്നെ എവിടെയും വെച്ചിട്ടുണ്ട്? നാഷണൽ ഫിസിക്സ് ലബോറട്ടറി ന്യൂഡൽഹിയിലെ നാഷണൽ ലബോറട്ടറി ഫോർ ഫിസിക്സിലും വെച്ചിട്ടുണ്ട്. ഓക്കെ ഇത്രയാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്? മാസിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഒരു റിവ്യൂവിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാനുണ്ട്. അതപ്പം ഞാൻ പറയാം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ടൈം. ഓക്കെ ടൈം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യൂണിറ്റ് അറിയാം. ഇറ്റ് ഈസ് സെക്കൻഡ്സ്. ടൈമിൻ്റെ യൂണിറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ സെക്കൻഡ് എസ് എന്നാണ് വിചാരിക്കുക. പണ്ട് കാലത്ത് ടൈം നോക്കാൻ വേണ്ടിയിട്ട് ക്ലോക്കോ ടൈം പീസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അക്കാലത്ത് അസ്ട്രോണമേഴ്സ് പണ്ടത്തെ കാലത്തുള്ള ആൾക്കാർ എന്താ പറയുക സമയം നോക്കിയിരുന്നത് എന്ത് വഴിയാണ്? ഷാഡോ വഴിയാണ്. എന്ത് വഴിയാണ്? ഷാഡോ വഴിയാണ് നോക്കിയിരുന്നത്. എങ്ങനെയാണ് ഷാഡോ വഴി നോക്കിയത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സ്റ്റിക്ക് മണ്ണിലിങ്ങനെ ഉറപ്പിച്ച് വെച്ചെന്ന് വിചാരിക്കാം. ഈ സ്റ്റിക്കിന് പല സമയത്ത് പല ഷാഡോയാണ് കാണുന്നത്. അറ്റ് നൂൺ നോക്കുമ്പോൾ ആക്ച്വലി ഇതിന് ഒരു ഷാഡോയും കാണാറില്ല, അല്ലെങ്കിൽ വളരെ കുഞ്ഞു ഷാഡോയാണ് കാണാറ്. ആ സമയത്തിന് എന്തെന്ന് വിചാരിക്കും? 12 o'clock ആണെന്ന് വിചാരിക്കാം ഉച്ചയ്ക്ക്. ഓക്കെ ബാക്കി ഓരോ ടൈം ഷാഡോ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുമോ അത് ഓരോ ടൈമിംഗ് ആയിട്ട് അവരെന്ത് ചെയ്യും? മനസ്സിലാക്കി എടുക്കും. ഷാഡോ വലുതാണെങ്കിൽ വൈകിട്ടായി. അപ്പോൾ രാവിലെ ആകുമ്പോഴും ഷാഡോ വലുതായിരിക്കും. സോ മോർണിംഗ് ടൈം. ന്യൂൺ ആകുമ്പോഴത്തേക്കും ഷാഡോ ഒട്ടും കാണില്ല. സോ ആ ടൈം ന്യൂൺ 12 o'clock ആണെന്ന് മനസ്സിലാക്കും. വൈകിട്ടാകുമ്പോഴത്തേക്കും എഗൈൻ ഷാഡോ കാണും. അങ്ങനെയാണ് ടൈം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ നൈറ്റ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിരുന്നത് ആ സമയത്ത്. അതുപോലെ തന്നെ മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഷാഡോ കിട്ടാറുമില്ല. അപ്പോൾ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടൊക്കെ നമുക്ക് ആ സമയത്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല? ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ഓർഡിനറി ക്ലോക്കും ആ സമയത്തുള്ള ഷാഡോയും തമ്മിൽ എങ്ങനെയാണത് നമ്മൾ ഈ ക്ലോക്കിലോട്ട് എത്തിയത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം ക്ലോക്കിൽ 12 ഡിവിഷൻസ് ആണുള്ളത് അല്ലേ? 12 ഡിവിഷനാണ്. ഈ 12 ഡിവിഷൻ ഫോർ എക്സാമ്പിൾ അറ്റ് ന്യൂൺ നിൽക്കുകയാണെന്ന് വെച്ചോ, ഷാഡോ എന്ന് പറയുന്നത് 0 ആയിരിക്കും, അല്ലെങ്കിൽ വെറും ചെറിയൊരു ഷാഡോ ആയിരിക്കും കാണുക. അറ്റ് 12 noon അപ്പോൾ ഷാഡോയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക, എവിടം വരെ ഷാഡോ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ സോയിലിൽ മാർക്ക് ചെയ്യുക. സെക്കൻഡ് എന്ത് ചെയ്യുക? 1 hour കഴിയുമ്പോഴത്തേക്കും 1 മണിയാവും. 1 മണിയാകുമ്പോഴത്തേക്കും എഗൈൻ ഷാഡോ എവിടം വരെ ഉണ്ടോ അതിനെ ഒന്ന് നോക്കുക. എഗൈൻ 2 മണിയാകുമ്പോഴത്തേക്ക് എഗൈൻ ഷാഡോ എവിടം വരെ ഉണ്ടോ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ മൊത്തം എത്ര ഡിവിഷൻ കിട്ടും? 12 ഡിവിഷൻ നമുക്ക് കിട്ടും. രാവിലത്തെ 12 മണി മുതൽ രാത്രിയിലത്തെ 12 മണി. പക്ഷേ അങ്ങനത്തെ രാത്രിയിലത്തെ 12 മണി വരെ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം വൈകിട്ടാകുമ്പോഴത്തേക്കും സൺ സെറ്റ് ആവും, സൺലൈറ്റ് കാണില്ല. ഇതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു ആ സമയത്തുള്ളത്. ഇനി ഒരു ദിവസത്തെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 24 hours ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ 24 hours. ഓരോ ഡിവിഷനെയും ഓരോ മണിക്കൂർ എന്നാണ് പറയുക. 24 hours അതായത് ഓരോ ഡിവിഷനെയും 1 മണിക്കൂർ എന്നാണ് പറയുന്നത് അല്ലേ?
ഓരോ ഡിവിഷനും ഓരോ മണിക്കൂർ. ഇനി ഈ ഒരു മണിക്കൂറിനെ നമുക്ക് എഗൈൻ 60 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. 60 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു മണിക്കൂറിന് 60 ആയിട്ട്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 1 മിനിറ്റ് കിട്ടും. ഓക്കെ, ഈ 1 മിനിറ്റിനെ എഗൈൻ നമുക്ക് 60 ഡിവിഷൻ ആക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 സെക്കൻഡ് കിട്ടും. കണ്ടോ, ഒരു ദിവസത്തെ 24 ഡിവിഷൻ ചെയ്തു, 1 മണിക്കൂർ കിട്ടി. 1 മണിക്കൂറിനെ 60 ആയിട്ട് ഡിവൈഡ് ചെയ്തു, 1 മിനിറ്റ് കിട്ടി. 60 ആയിട്ട് എഗൈൻ ഡിവൈഡ് ചെയ്തു, 1 സെക്കൻഡ് കിട്ടി. ഇതാണ് എന്തെന്ന് പറയുന്നത്? ടൈം എന്ന് പറയുന്നത്. കണ്ടോ, ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ടൈമാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ദിവസം അപ്പോൾ നമുക്ക് എത്ര സെക്കൻഡ് ഉണ്ടെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു ദിവസത്തിൽ 24 hours ഉണ്ട്. എഗൈൻ 60 ഡിവിഷൻസ് എഗൈൻ ഉണ്ട്. മിനിറ്റ് എഗൈൻ 60 ഡിവിഷൻ സെക്കൻഡ് ഉണ്ട് അല്ലേ? ഇതെല്ലാം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 86400 സെക്കൻഡ് എന്ന് കിട്ടും. അതായത് ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 86,400 സെക്കൻഡാണ്. ഓക്കെ, ഇതാണ് ടൈമിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇത്ര നേരം നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് പഠിച്ചു, മാസ് പഠിച്ചു,